നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുത്താലോ, അതും ഒരു സീക്രട്ട് മെസ്സേജ്, അതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുപോവുക. ദെൻ സ്കൂളൊക്കെ വിട്ട് ഒരു 4 മണി 4:30 ആ സമയമാകുമ്പോൾ ഇതെടുത്തിട്ട് മെല്ലെ അവരുടെ ബാഗിലിടുക. അവർ കാണാനേ പാടില്ല. ദെൻ അവർ അന്ന് രാത്രി വീട്ടിലൊക്കെ പോയി ഹോംവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ബാഗ് തുറക്കുമ്പോഴായിരിക്കണം തേടാക്കി എടുക്കുന്ന ഒരു സീക്രട്ട് മെസ്സേജ്. അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സന്തോഷത്തിൽ ഇങ്ങനെ പൊലിവിൽ ഇതിങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ ദേക്ക് എടുക്കണടാ ഒരു സീക്രട്ട് മെസ്സേജ്. എൻ്റെ മോനെ അവർക്ക് അപ്പോൾ വേറൊരു സന്തോഷമുണ്ട്. അവർ ചിലപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും ഫോണൊക്കെ എടുത്തിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളെ സ്കൂളിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും വേണ്ടി. ഞാൻ ഇന്നലെ ഇങ്ങനെ തുറന്നപ്പോൾ ഇത് കണ്ടടാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അത് നല്ല അടിപൊളി ഒരു ഫീലാണ്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക വല്ല മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ അവർക്ക് എന്താണോ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് ആ കാര്യം നിങ്ങൾക്ക് ഇതേപോലെ എഴുതി ഇതേപോലെ വല്ല സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആക്ച്വലി ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതൊക്കെ ഭയങ്കര എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ളതും, നമ്മളിത് കുറേ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുന്നതും ഇതേപോലത്തെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റിന് തന്നെയാണ്. എത്ര നമ്മൾ എന്താ പറയുക കടയിൽ നിന്ന് ഇങ്ങനെ വലിയ വലിയ ഗിഫ്റ്റ് വാങ്ങി കൊടുത്താലും ആക്ച്വലി ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തുറക്കുന്ന അതേ ഫീൽ നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ അതൊരു മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, അത് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. സോ നിങ്ങൾ എന്തായാലും ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.